സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അരുന്ധതി മേഡത്തിൻ്റെ പരാതി ഗൗരവമായിട്ട് അന്വേഷിക്കുന്ന DYSP നന്ദനെയും കെവിനെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ആദ്യം കുറ്റം സമ്മതിക്കാത്ത നന്ദൻ്റെ മുമ്പിൽ നന്ദൻ ഋഷിയെ ഉപദ്രവിക്കുന്നതും ഋഷി മരണപ്പെട്ട് ഋഷിയുടെ ഡെഡ് ബോഡി കുഴിച്ചിടാൻ പോകുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഒടുക്കം നന്ദൻ എല്ലാ തെറ്റും ഏറ്റുപറയുന്നു. ആ സമയത്താണ് കെവിൻ സഹായത്തിനായി മറ്റൊരാളെ വിളിക്കുന്നത്. അതാരെയാണെന്ന് കാണിക്കുന്നില്ല. ആ വ്യക്തിയുടെ കോൾ DYSPക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നെങ്കിലും അദ്ദേഹം മേടിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഏത് മന്ത്രിയായാലും MLA ആയാലും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. പൂർണ്ണ തെളിവോടെ ഞാൻ ഇവൻ്റെ കുറ്റം കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് ജഡ്ജിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഹാജരാക്കുക എന്നതാണ് തൻ്റെ കർത്തവ്യം എന്ന് പറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കെവിൻ പറയുന്നു, ഒരു മന്ത്രിയോ MLA ഒന്നുമല്ല, ഈ വ്യക്തിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കേട്ടു നോക്ക് എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുമ്പോഴത്തേക്കും അദ്ദേഹം ഞെട്ടുന്നു. അത് മറ്റാരും ആയിരിക്കില്ല, അത് നമ്മുടെ ഋഷി തന്നെയായിരിക്കും. കാരണം നന്ദൻ ഇതുവരെയും ഋഷി മരണപ്പെട്ടത് നേരിട്ട് കണ്ടിട്ടില്ല. ഋഷി അപകടത്തിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടാണ് ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോയി സമാധാനം നഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലെ കെവിൻ വിളിച്ചു പറയുന്നത് ഋഷി മരണപ്പെട്ടു. കെവിൻ അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും നന്ദൻ്റെ ഉള്ള സമാധാനം കൂടി നഷ്ടമായി. നന്ദൻ വേറെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോയി. നന്ദൻ എന്ത് സംഭവിച്ചു എന്നറിയാൻ വയ്യാതെ പരക്കം പാഞ്ഞ ദേവികയും പ്രഭാവതിയും ഭാർഗവിയും എല്ലാവരും ചേർന്ന് പൂജയും മന്ത്രമൊക്കെ കഴിച്ചപ്പോഴാണ് മീരയുടെ ആത്മാവാണെന്നൊക്കെ അറിയുന്നത്. അങ്ങനെ ഒരുവിധം പൂജയൊക്കെ കഴിഞ്ഞ് നന്ദൻ ഓക്കെ ആയി വന്ന സമയത്താണ് അരുന്ധതി മേഡം കംപ്ലൈൻറ്റ് കൊണ്ടു കൊടുത്ത് ഇങ്ങനെയൊക്കെ ആയി തീർന്നത്. അതുകൊണ്ട് തന്നെ നന്ദൻ ഋഷി മരണപ്പെട്ട വീട്ടിലേക്ക് പോകുകയോ അതിൻ്റെ വാസ്തവം എന്താണെന്ന് അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല. കെവിൻ പറയുന്നത്, പ്രത്യേകിച്ചും ഉറ്റ സുഹൃത്ത് പറയുന്നത് പൂർണ്ണമായിട്ടും അങ്ങ് വിശ്വസിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഋഷിയുടെ ഡെഡ് ബോഡിയോ അല്ലെങ്കിൽ കുഴിച്ചിട്ട സ്ഥലമോ ഒന്നും കാണിച്ചിട്ടില്ല. ഇത്രയും വീഡിയോ മാത്രമേ അന്നും കിട്ടിയിട്ടുള്ളൂ, ഇന്നും ഉള്ളൂ. അപ്പം DYSP വിളിച്ച് സംസാരിക്കുന്ന ഋഷി ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് യാതൊരു പരാതിയില്ല, എനിക്ക് യാതൊരു അപകടവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ വീഡിയോയിൽ നിങ്ങൾ കൊല്ലപ്പെട്ടതായിട്ടാണല്ലോ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട്, അങ്ങനെ നന്ദൻ എന്നെ തല്ലിയെങ്കിലും എനിക്ക് മരണമൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. അവസാന ഘട്ടം എനിക്ക് ജീവനുണ്ടെന്ന് മനസ്സിലാക്കിയ കെവിനും കൂട്ടരും കൂടി എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി രക്ഷപ്പെടുത്തി. പക്ഷേ ബോധം വന്ന ഞാൻ അവരുടെ ഒരു ഡിമാൻഡേ പറഞ്ഞിട്ടുള്ളായിരുന്നു, മറ്റൊന്നുമല്ല, ഞാൻ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം തൽക്കാലം നന്ദൻ അറിയണ്ട. എന്നോടും എൻ്റെ കുടുംബത്തിനോടും നന്ദനും പ്രഭാവതിയും ചന്ദ്രോത്ത് വീട്ടുകാരും ചെയ്ത ക്രൂരതയ്ക്ക് പ്രതികാരം ചെയ്യാൻ വേണ്ടി എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു അവസരമായിരുന്നു. എൻ്റെ മനസ്സിൽ കുറച്ച് നാൾ ഈ നാട് വിട്ട് മാറി നിൽക്കണമെന്നുണ്ടായിരുന്നു. കുറച്ച് തീർത്ഥാടന യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിലെ പക അതുപോലെ ഉണ്ടെങ്കിൽ പ്രതികാരം ചെയ്യണമെന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പ്രതികാരമൊക്കെ മാറ്റി അമ്മയുടെ നല്ല മകനായി ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച ആ സമയത്താണ് നന്ദൻ എന്നെ ഉപദ്രവിക്കുകയും ശേഷം തട്ടിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്യുന്നത്. ഇത് കേസാക്കണ്ട, കേസാക്കി കഴിഞ്ഞാലും ഞാൻ കോടതിയിൽ നന്ദനെതിരെ മൊഴി കൊടുക്കില്ല. അതുകൊണ്ട് തൽക്കാലം നന്ദനോട് ഈ സത്യങ്ങളൊന്നും തുറന്നു പറയണ്ട എന്ന് പറയുന്നത് പ്രകാരമാണ് DYSP നന്ദനെ വിട്ടയക്കുന്നത്. മാത്രമല്ല നന്ദൻ ഈ സത്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ, തന്നെ ആരാ രക്ഷിച്ചത്, ഇത്രയധികം തെളിവുകൾ കിട്ടിയിട്ടും അയാൾ എന്തിനാണ് നമ്മളെ വെറുതെ വിട്ടത് എന്ന സംശയത്തിലാണ് നന്ദൻ ഇപ്പോഴും. ഋഷി മരണപ്പെട്ടു എന്ന പേര് നന്ദൻ അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അനുഭവിച്ചു. ചെയ്ത തെറ്റ് എത്രമാത്രം അരുന്ധതി മേഡത്തിനെയും അതുപോലെ ഋഷിയുടെ ജീവിതത്തെയും ബാധിച്ചു എന്ന് നേരിൽ കണ്ട നന്ദന് പ്രായച്ചിത്തം മനസ്സാൽ ചെയ്തുവെങ്കിലും തുറന്ന് സമ്മതിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ദേവികയുടെ മുമ്പിലും പ്രഭാവതിയുടെ മുമ്പിലും അതുപോലെ തന്നെ സ്വന്തം അച്ഛൻ്റെ മുമ്പിലും. അങ്ങനെ കെവിനോട് ചോദിക്കുന്നുണ്ട്, തന്നെ രക്ഷിച്ചതാരാ, എനിക്ക് ആ സത്യം അറിയണം, ആരായിരിക്കും എന്നെ രക്ഷിച്ചേ, നിന്നെ രക്ഷിച്ച രക്ഷകൻ നിന്നെ കാണാനായിട്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരും എന്ന് കെവിൻ പറയുമ്പോൾ ആകാംക്ഷയോടെ നന്ദൻ നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വണ്ടി വരുന്നു. ആ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന ആളെ കണ്ട് ശരിക്കും പറഞ്ഞാൽ നന്ദൻ ഞെട്ടിപ്പോകുന്നു. താൻ കൊന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ താൻ പോലും വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് ഇറങ്ങി വരുന്നത്. ഇതിൻ്റെ പിന്നിൽ എന്ത് സംഭവിച്ചു, ആരാണ് തന്നെ ചതിക്കുന്നത്, എന്താ ശരിക്കും സംഭവിച്ചത് എന്നറിയാൻ വയ്യാതെ പകച്ചു നിൽക്കുന്ന നന്ദുവിനെ കാണിക്കുന്നുണ്ട്. അപ്പം നന്ദുവിനോട് കെവിൻ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഋഷി മരിച്ചുവെന്ന് തന്നെയാണ് അവരും വിശ്വസിച്ചിരുന്നത്. അങ്ങനെ കുഴിയെടുത്ത് ഋഷിയുടെ ഡെഡ് ബോഡി മൂടാനൊരുങ്ങുന്ന സമയത്താണ് ഋഷി മരിച്ചിട്ടില്ല എന്നുള്ള സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞതെന്നും അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഋഷിയുടെ ജീവൻ രക്ഷപ്പെടുത്തി. ഋഷി ഒന്ന് മാത്രമേ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ, നിന്നോട് ഈ സത്യങ്ങളൊന്നും പറയാൻ പാടില്ല, അതായത് ഋഷി ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം നന്ദൻ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിനാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ അവന് കൂട്ടുനിന്നത്. നീ എന്നോട് ക്ഷമിക്കണം, നിൻ്റെ ഉറ്റ സുഹൃത്താ ഞാൻ, നിന്നെ ചതിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ
കൊലപാതക ശ്രമത്തിന് നിന്നെ അകത്താക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണമെന്ന് ഋഷി ഞങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്തെന്ന് പറയുമ്പോൾ നന്ദു പറയുന്നു, ആരെന്ത് തന്നെ ചെയ്താലും എൻ്റെ മനസ്സിന് ഇപ്പോഴാണ് സമാധാനമായത്. നിനക്ക് യാതൊരു ആപത്തും സംഭവിച്ചില്ലല്ലോ. നീ ഈ ഏട്ടനോട് ക്ഷമിക്കണം. അബദ്ധത്തിൽ എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതിൻ്റെ പേരിൽ ഞാൻ ഓരോ നിമിഷവും തീ തിന്നുമായിരുന്നു. സമാധാനം എന്താണെന്ന് ഞാൻ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല. നീ എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് നന്ദു ആണെങ്കിൽ ഋഷിയുടെ മുമ്പിൽ കൈകൂപ്പി തൊഴുതു നിൽക്കുന്ന സമയത്ത് ഋഷിയുടെ കനിവിനായി കാത്തു നിൽക്കുകയാണ് നന്ദനും കെവിനും.